പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ മറുപുത്തരി ഉത്സവം സമാപിച്ചു. അനുഷ്ഠാനത്തിന് ആവേശം പകർന്ന തേങ്ങയേറ് കാണാൻ വൻ പുരുഷാരം ക്ഷേത്രസന്നിധിയിലെത്തി. ത്രയംബകേശ്വരന്റെ പാദം കുളിർപ്പിക്കാനാണെന്ന സങ്കല്പത്തിലാണ് പാലക്കുന്നിലെ തേങ്ങയേറ് നടക്കുന്നത്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ. ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. പാലക്കുന്ന് കഴകം ഭഗവതി ക്ഷേത്രത്തിൽ മറുപുത്തരി ഉത്സവം സമാപിച്ചു. വെള്ളിയാഴ്ച രാത്രി ഉത്സവത്തിന്റെ ഭാഗമായി കലശ എഴുന്നള്ളത്തും താലപ്പൊലി സമർപ്പണവും അടക്കം മറ്റു അനുഷ്ഠാന ചടങ്ങുകളും പുലർച്ചെ വരെ നീണ്ടു. കണ്ണൂർ സിത്താനി ഭജൻസിന്റെ ഭജനാമൃതം ഉത്സവത്തോടനുബന്ധിച്ച് നടന്നു. ശനിയാഴ്ച വൈകുന്നേരം നടന്ന തേങ്ങയേറ് ആയിരങ്ങൾക്ക് ആവേശം പകർന്ന അനുഷ്ഠാന കാഴ്ചയായി മാറി. സ്ഥാനികർ കല്ലൊപ്പിച്ച ശേഷം ചെണ്ടയുടെ താളമികവിൽ തേങ്ങയേറ് തുടങ്ങി. വിശ്വാസത്തിന്റെയും നേർച്ചാസമർപ്പണത്തിന്റെയും ഭാഗമായി നടക്കുന്ന ഈ ചടങ്ങ് ത്രയംബകേശ്വരന്റെ തൃപ്പാദം കുളിർപ്പിക്കാനാണെന്നാണ് സങ്കല്പം. എണ്ണത്തിൽ നിബന്ധനകൾ ഇല്ലെങ്കിലും 25-ൽ കുറയാതെ തേങ്ങകൾ തെങ്ങോലക്കൊട്ടയിൽ ക്ഷേത്രത്തിലെത്തിക്കും. ഒരെണ്ണമെങ്കിലും കല്ലിൽ തൊടാതെ പോയാൽ അടുത്ത വർഷവും ഈ സമർപ്പണം തുടരണമെന്നാണ് പഴമക്കാർ പറയുന്നത്. പാക്കത്തെ അപ്പക്കുഞ്ഞി വെളിച്ചപ്പാടനും ഉദുമ വലിയ വളപ്പിലെ കൊട്ടൻകുഞ്ഞിയും 4 പതിറ്റാണ്ടോളമായി സ്ഥിരമായി തേങ്ങയേറ് നടത്തുന്നവരാണ്. പരിശീലനം പൂർത്തിയാക്കി കപ്പൽ ജോലിക്കായി കാത്തിരിക്കുന്ന കബഡി താരം കൂടിയായ ഉദുമ തെക്കേക്കരയിലെ സായി ശരത്താണ് ആദ്യമായി തേങ്ങയെറിഞ്ഞ ഏറ്റവും കുറഞ്ഞ പ്രായക്കാരൻ. നിശ്ചിത വ്യാസത്തിൽ കെട്ടിയ വടത്തിനകത്ത് വീഴുന്ന തേങ്ങയുടെ കഷ്ണങ്ങൾ അവസാന ആൾ തേങ്ങയെറിഞ്ഞു തീരും വരെ ആരും എടുക്കില്ല. വടത്തിന് പുറത്തു വീഴുന്നവ മിടുക്കുകാട്ടി ആർക്കും സ്വന്തമാക്കാം. ചടങ്ങ് പൂർത്തിയാകുന്നതോടെ തേങ്ങാ കഷ്ണങ്ങൾ സ്വന്തമാക്കാൻ കളത്തിൽ തിരക്കുമുണ്ടാകും. സന്ധ്യയോടെ ഭണ്ഡാര വീട്ടിലേക്കുള്ള തിരിച്ചെഴുന്നള്ളത്തോടെയാണ് ക്ഷേത്രത്തിൽ കുലകൊത്തി നടക്കുന്ന രണ്ടാമത്തെ ഉത്സവമായ മറുപുത്തരി സമാപിച്ചത്. തുടർന്ന് മറുപുത്തരി സദ്യയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉദുമ.